ഇപ്പൊ അർജുൻ ചേട്ടനാണെങ്കിൽ ഇപ്പൊ നമ്മള് ഇപ്പം ഒരുപാട് ക്യാരക്ടർ റോൾസിലായിക്കോട്ടെ ലീഡ് റോൾസിലായിക്കോട്ടെ ഒരുപാട് വേഷങ്ങൾ നമ്മൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ എല്ലാത്തിലാണെങ്കിലും ചേട്ടന്റെ ഒരു 100% നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം അച്ഛൻ സിനിമയിലുള്ളത് കൊണ്ട് തന്നെ പണ്ട് തൊട്ടേ സിനിമ ചേട്ടന്റെ ലൈഫിലൊരു പാർട്ടായിരിക്കും. പക്ഷെ ഏതൊരു പോയിന്റിലാണ് ശരിക്കും ഐ റിയലി വോണ്ട് ടു ബി ആൻ ആക്ടർ എന്ന് തോന്നിയിട്ടുള്ള ഒരു പോയിന്റ് എപ്പോഴായിരുന്നു? ഞാൻ ഓർക്കുട്ട് ചെയ്ത് 2012 റിലീസായി, അത് വർക്കായില്ല. അതിനുശേഷം ഒരു പടം ചെയ്തു ടു അമ്പാടി ടോക്കീസ് എന്ന് പറഞ്ഞിട്ട്, അതും വർക്കായില്ല. പിന്നെ 3 years കഴിഞ്ഞ അപ്പോൾ ആ 3 years ഗ്യാപ്പിൽ ഞാൻ വിചാരിച്ച് ലൈക്ക് പല സ്ഥലങ്ങളിലും എൻ്റെ കൂട്ടുകാരടക്കം പറയാൻ നിനക്ക് പറ്റാത്ത പണിയാണ് എന്തിനീ. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ അവർ കുറ്റം പറയാൻ പറ്റില്ല, പടം കാണുമ്പോൾ തോന്നിപ്പോകും നമുക്ക് പറ്റാത്ത പണിയാണെന്നുള്ള രീതിയിൽ. പക്ഷെ ഒരു പോയിന്റിൽ പിന്നെ ചാപ്പാക്കുരിശ് ഇറങ്ങി. അപ്പോൾ നോക്കുമ്പോൾ മലയാള സിനിമയുടെ ഡ്രിഫ്റ്റാണ് അവിടെ നടന്നത്. DSLR ഷൂട്ട് ചെയ്യുന്നു, കുറച്ചും കൂടി റിയലിസ്റ്റിക് ആവുന്നു പരിപാടി. നമ്മൾ പുതിയതായിട്ട് കാണുന്ന പരിപാടി കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി ആക്കും, അതിലൊരു ഭാഗം ആവണം, അല്ലെങ്കിൽ അങ്ങനത്തെ പടത്തിലൊക്കെ ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ പല ചുറ്റും പറയുമ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ആക്ടിങ് നമുക്ക് പറ്റാത്ത പണിയായിരിക്കും, ഡയറക്ഷൻ നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ ഒന്ന് കാണുന്ന വെച്ചാൽ 3 വർഷം കഴിയുമ്പോൾ പറവയുടെ കാസ്റ്റിംഗ് കോളാണ്. ആ കാസ്റ്റിംഗ് കോളിൽ ഞാൻ അച്ഛനെ കൊണ്ട് വിളിപ്പിച്ച് ചോദിച്ചു AD ആയിട്ട് കയറാൻ പറ്റുമോ ഇല്ലേ. അപ്പം അങ്ങനെ വിളിച്ചപ്പോൾ വന്ന് കാണുമെന്ന് പറഞ്ഞ് വന്ന് കണ്ടപ്പോൾ ഇത്രയും പടങ്ങൾ ചെയ്തു. അപ്പം അന്ന് പറവ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ പിന്നെ ലൈഫ് എങ്ങനെയാവും? ഒരു ഐഡിയ ഇല്ല, ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കാൻ സമയം തന്നിട്ടില്ല. കാരണം പറവ ചെയ്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് 3 പടം കമ്മിറ്റഡ് ആയി. പറവ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പടത്തിൽ റഹ്മാനിക്ക് എന്നെ വിളിച്ച്, ട്രാൻസ് എന്ന പടത്തിൽ അമ്പുക്ക വിളിച്ച്, പിന്നെ അലക്സ് E. കുര്യൻ പറവയുടെ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു, മന്ദാരം എന്ന പടത്തിൽ ആസിഫായിട്ട് കയറ്റി. അപ്പൊ ഈ പടം പറവ ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് കമ്മിറ്റഡ് ആയതാ. അപ്പൊ അത് ഭയങ്കര വലിയ ബ്ലെസ്സിങ് ആണ്. അപ്പൊ എനിക്ക് ഇതില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തിക്കാൻ സമയം തരാൻ മുമ്പ് എനിക്ക് 3 പടം ദൈവം സഹായിച്ച് കിട്ടി. പിന്നെ നോക്കുമ്പോ മന്ദാരംകാരൻ ബീറ്റൊക്കെ വന്നു, ജൂൺ വരത്തൻ, ഒരു പ്ലാൻ ബി ഉണ്ടാവുമായിരിക്കുമല്ലോ. പ്ലാൻ ബി ഒബ്വിയസ്ലി എനിക്ക് കാർ വാഷ് ഉണ്ടായിരുന്നു ആ സമയത്ത്. വണ്ടി പരിപാടിയായിട്ട് തന്നെ എനിക്ക് ഇപ്പോഴും വണ്ടി ഭയങ്കര പ്രാന്താണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി എന്ന് പറയുമ്പോൾ A34 ആണ്, GTR. അതിപ്പോ നമുക്ക് ഈ നാട്ടിൽ ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെ അത്രയും കാശുമില്ല. അത് വൺ ഓഫ് ലൈക്ക് അതിപ്പോ പ്രൊഡക്ഷൻ ഇല്ലാത്ത കാർ, അപ്പൊ അതുകൊണ്ട് നല്ല ചോദിക്കുന്ന പൊൻവില കൊടുക്കേണ്ടി വരും. അപ്പം ഷെഫ് ആയിരുന്നു പറഞ്ഞല്ലോ. ഓക്കെ, അപ്പം ലൈക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് ലൈക്ക് ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു ഡിഷ് എന്താണ്? ഞാൻ ആക്ച്വലി ഒരിടയ്ക്ക് വെച്ച് സിനമൺ റോൾസ് ആയിരുന്നു. പിന്നെ ഇപ്പം ഞാൻ മോസ്റ്റ്ലി ബേക്ക് ചെയ്യുന്നു. ബേക്കിങ്ങിൽ എനിക്കെല്ലാം ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ ഇടയ്ക്കൊരു ഫ്രൂട്ട് കേക്ക് ട്രൈ ചെയ്തായിരുന്നു. ഇവിടെ സെറ്റിൽ ഇവർക്കൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി സിനമൺ റോൾ ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. ആണോ? ഡൺ നെക്സ്റ്റ് ടൈം. ഷുവർ. കുക്കീസ് അടിപൊളിയായിരുന്നു കേട്ടോ. ആണോ? ഞങ്ങൾ അപ്പോഴാണ് ഷെഫ് ആയിരുന്നു. ഓക്കെ, അപ്പം ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ വിശേഷങ്ങൾ, ബാക്കി പരിപാടി? 15-ാം തീയതി പടം ഇറങ്ങുന്നുണ്ട്, തലവരാന്നുള്ള പേര്. അത് നമ്മുടെ വിശേഷമാണല്ലോ. അതല്ലാതെ എന്റെ അടുത്ത മാസം ഒരു പടം റിലീസ് ഉണ്ട്, കറക്കം എന്ന് പറഞ്ഞിട്ട്. ശ്രീനാഥ് വാസി, സുഭാഷ് സുബ്രഹ്മണ്യൻ എന്നാണ് ഡയറക്ടർ. അതാണ് ഇപ്പൊ എന്റെ വിശേഷം. പൊടി ഞാൻ ഇപ്പോ GOB സാർ ലീഡായിട്ടൊരു സിനിമ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത്, കൃഷ്ണാഷ്ടമി പറഞ്ഞിട്ട്. എന്ത് ഭാഗ്യാണല്ലേ, ഒരു സിനിമ കഴിഞ്ഞപ്പോ അടുത്ത സിനിമ. അതിപ്പോ ഒക്ടോബർ റിലീസാവും. അല്ല, ഇവരെല്ലാവരും ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പടം ഷൂട്ട് ചെയ്യുമ്പോഴും ഓഡിഷൻ കോൾസ് കാണുമ്പോൾ ഇവരെല്ലാവരും തമ്മിൽ ഷെയർ ചെയ്ത് കൊടുത്ത് ടൈമിൽ ബ്രേക്കുള്ള സമയത്ത് ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് അങ്ങനെ കിട്ടിയതാണ് അവന്. ഞാനിപ്പോ തമിഴിലൊരു സീരീസ് ചെയ്ത് അത് അടുത്ത വർഷം റിലീസ് ആവുള്ളൂ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഈ വർഷത്തെ എത്രാമത്തെ ചിത്രമാണ്? ഒരുപാട് എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ഫസ്റ്റ് മൂവി റൊമാൻസ് അല്ലേ? ബ്രൊമാൻസിൽ തുടങ്ങി. ഇത് എത്രാമത്തെ ചിത്ര? അഭിലാഷത്തിൽ 3-4 സീൻ. അഭിലാഷൊക്കെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. പിന്നെ സുമതി വളവ്, പിന്നെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, സ്വന്തം പുണ്യാളെ. ഇതൊക്കെ ആക്ച്വലി 2 വർഷം മുമ്പും 1 വർഷം മുമ്പും 6 മാസം മുമ്പ് അങ്ങനെയൊക്കെ ചെയ്ത പടങ്ങളാ. പക്ഷെ റിലീസ് അനുബന്ധിച്ച് വരുമ്പോൾ നമ്മളുടെ പടം ആസ് എ മേജർ ആക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഒരു ഗ്യാപ്പ് നോക്കി ഇറക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഗ്യാപ്പ് എല്ലാം ഒത്തൊത്ത് വന്നപ്പോ ഇങ്ങനെ പോയി. അപ്പം ചത്തപ്പച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ട വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാർ ഭയങ്കര നമ്മളിങ്ങനെ ഞെട്ടിപ്പോകുന്ന ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പം എനിക്കറിയാം ചേട്ടനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും സ്ക്രോൾ ചെയ്യുന്ന ഒരാളാണെന്ന്. ചേട്ടന് ഏറ്റവും ഭയങ്കര ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആരുടെ ആയിരിക്കും?
ഗോകുൽ ബിജുരാജ്. ഗോകുൽ ബിജുരാജ് എന്റെ ഫ്രണ്ടാ. ആണോ? ലൈക്ക് റെസ്പെക്ട്, മാഡ് റെസ്പെക്ട്. നാച്ചുറൽ. പിന്നെ വേറൊരുത്തനുണ്ട്, അവന്റെ റീൽസ് അവന്റെ അമ്മയായിട്ട് അടിപൊളിയാ. വിഷ്ണു ഉണ്ട്, പിന്നെ ശ്രേയസ്, ബിജുരാജ്, എഡ്വിൻ, ഇജാസ്. മാഡ് റെസ്പെക്ട് ഫോർ ദം. എന്താ പറയാ, നമ്മള് ഈ കഴിഞ്ഞ 8 മാസമായിട്ട് ഈ പണി എടുത്തിട്ടും നമുക്കറിയാം ഈ ഡയറ്റ് ആൻഡ് സ്ലീപ്പ് ഇസ് ദ മേജർ തിങ് ഇതിന്റെ ഇടയില്. പക്ഷെ അവര് ഡെഡിക്കേഷൻ ഇസ് നെക്സ്റ്റ് ലെവൽ. സോ കൺസിസ്റ്റൻസി, ഡെഡിക്കേഷൻ അതുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു റിസൾട്ട് വരുള്ളൂ. നമ്മൾ ഇത്രയെങ്കിലും 0.5 എത്തിക്കാൻ പറ്റിയത് 8 മാസം കൊണ്ടാണ്. അപ്പൊ അത് ഇവരുടെ ബോഡി കാണുമ്പോൾ ഭയങ്കര ഇൻസ്പയർഡ് ആണ്. ഈ ഒരു ജേർണിയിൽ ഏറ്റവും ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എന്തായിരുന്നു? ഡയറ്റ് ആണോ, വർക്ക്ഔട്ട്? ഡയറ്റ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഫുഡ്. ഞാൻ ഭയങ്കര മാഡ് ഫുഡിയാണ്. എനിക്ക് ബിരിയാണി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. എനിക്ക് എന്ത് ഡാർക്ക് അടിച്ചാലും ബിരിയാണി കഴിക്കണം. ആങ്സൈറ്റി അതൊക്കെ ഭയങ്കര പീക്ക് ലെവലിലേക്ക് കയറും. കാരണം നമ്മളുടെ ഇഷ്ട പരിപാടി ഒന്നും കയറാനല്ല. അത് വല്ലാത്തൊരു, എന്റെ 32 വയസ്സ് ഇപ്പൊ 28 ആയി. അല്ല ശരിക്കും നമുക്ക് കാണുമ്പോ തന്നെ എനിക്ക് എന്താ പറയുക, എനിക്ക് വേറെ ഡ്രസ്സൊക്കെ ചെയ്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാ. പക്ഷെ ഇപ്പൊ ഡ്രസ്സ് ഒന്നും ചേരാനുള്ള മറ്റേ ചന്ദ്രലേഖയില് ശ്രീനിവാസൻ സാർ കിട്ടുന്ന അവസ്ഥ, കയറൊക്കെ ഇട്ട് കിട്ടുന്ന അവസ്ഥ, ജീൻസ് ഒക്കെ ഇട്ട. ഇവരാണ് എന്റെ ഇൻസ്പിറേഷൻ ഇപ്പത്തെ സുഫാർ. നമ്മുടെ നാട്ടിൽ നമ്മളെ പിള്ളേരുള്ളപ്പോ എന്തിനാ വെറുതെ പുറത്തേക്ക് ഇന്റർനാഷണൽ. തീർച്ചയായും. ഓക്കെ, അപ്പം രേവതി ഒരുപാട് ഫുഡൊക്കെ കുക്ക് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അപ്പം രേവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 4 മണി പലഹാരം എന്തായിരിക്കും? പഴംപൊരി. അടിപൊളി. ഓക്കെ. കഴിച്ചിട്ടില്ല. പഴംപൊരിയും ബീഫും ഞാൻ കഴിച്ചിട്ടില്ല. അതിന് മുമ്പ് കഴിച്ചു നോക്കണം. ഞാൻ നോൺ വെജ് കഴിച്ചോണ്ടിരുന്നതാണ്. ഇപ്പൊ ഞാൻ ഫിഷ് മാത്രമേ കഴിക്കുന്നുള്ളൂ. അറിയില്ല, നിർത്തി. ഡയറ്റ് അങ്ങനത്തെ അല്ല. ഓക്കെ, പൊടിക്ക് ഇഷ്ടപ്പെട്ടത് പഴംപൊരിയും ബീഫും വേണ്ട, അതല്ലാണ്ട് കേസരി. അത് എസ്പെഷ്യലി മറ്റേ ശ്രീ മറ്റേ പരമേശ്വരൻ ഇഡ്ലിയും മട്ടൻ ചോപ്സ്. എവിടെ? പാലക്കാട്. അവിടെ കഴിഞ്ഞ ആഴ്ച കൂടി പോയി കഴിച്ചോളൂ. അവിടുത്തെ കേസരി അടിപൊളിയാ. കിടിലൻ കേസരി. കേസരിയാ. ഓക്കെ, എനിക്ക് നല്ല ചൂട് പരിപ്പോടെയും ചായ. ഇന്നലെ നീ ഇതല്ലല്ലോ ഫേവറേറ്റ് ഫുഡ് ഇത് 4 മണി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ ഈ ഓഗസ്റ്റ് 15-ാം തീയതി ഇറങ്ങാൻ പോകുന്ന തലവരയെ പറ്റി നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാരും സിനിമ കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രം അറിയിക്കുക. അല്ല, റിവ്യൂ കാണാതെ തിയേറ്ററിൽ പോയി കണ്ടോ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഒരു പരിപാടി ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന പടം ആയിരിക്കില്ല വേറെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ പടം കണ്ടിട്ട് അതിനെപ്പറ്റി വിലയിരുത്തുക. റിവ്യൂ വെച്ചിട്ട് വിലയിരുത്തണ്ടെന്നല്ല പറഞ്ഞത്. അവർക്ക് അവർ പറയാനുള്ള ഫ്രീഡവും അവർക്ക് അതൊരു പ്ലാറ്റ്ഫോമാണ്. യൂട്യൂബും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമും എല്ലാ സോഷ്യൽ മീഡിയയും. അപ്പോൾ മാക്സിമം സ്വന്തമായിട്ട് പടം പോയി കാണുക എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ. റിവ്യൂവേഴ്സ് റിവ്യൂ ചെയ്യും, അത് അവരുടെ പരിപാടിയാണ്. അപ്പോൾ നമുക്കതൊരിക്കലും ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ കാണാൻ പാടില്ല എന്നൊന്നും പറയാൻ പാടില്ല. അപ്പോൾ പോയി മാക്സിമം തിയേറ്ററിൽ പടം കാണുക, ഉള്ള ഫീഡ്ബാക്സ് നേരിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.